വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കലയും സാഹിത്യവും എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്നൊരു ഭാഗമാണ് കലയും സാഹിത്യവും അല്ലേ. ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന പി എസ് സി പരീക്ഷകളിൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 2025 ചോദിച്ച ചോദ്യങ്ങൾ, അതുപോലെ തന്നെ SCRT പാഠഭാഗങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യ നോവലായ ദ ടെയിൽ ഓഫ് ഗഞ്ചി എഴുതിയ ഷിക്കുബു മുറസാക്കി ഏത് രാജ്യക്കാരിയായിരുന്നു? ലോകത്തിലെ ആദ്യ നോവൽ എന്ന് പറയുന്നത് ഇതാണ്, ദ ടെയിൽ ഓഫ് ഗഞ്ച് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ആദ്യത്തെ നോവൽ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഇനി എഴുതിയത് ആരാണ്? ഷിക്കുബു മുറസാക്കിയാണ്. ഷിക്കുബു മുറസാക്കിയാണ് എഴുതിയത്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ദ ടെയിൽ ഓഫ് ഗഞ്ച് എഴുതിയത് ആരാണ്? ഷിക്കുബു മുറസാക്കിയാണ്. ആൾ ഏത് രാജ്യക്കാരാണ്? ഏത് രാജ്യക്കാരിയാണ്? ജപ്പാൻകാരിയാണ് കേട്ടോ. ജപ്പാൻകാരിയാണ് ഷിക്കുബു മുറസാക്കി. ആരാണ്? ദ ടെയിൽ ഓഫ് ഗഞ്ച് എഴുതിയതാണ് ഷിക്കുബു മുറസാക്കി. നെക്സ്റ്റ്, നവോത്ഥാനത്തിൻ്റെ പിതാവായ പെട്രാർക്ക് ഏത് രാജ്യക്കാരനായിരുന്നു? നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? പെട്രാർക്കാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്കാണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. ഇറ്റലിയിലെ ആളാണ് ആര്? പെട്രാർക്ക്. ചോദിക്കാറുണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്ന ജീൻ പോൾ സാർത്ര ഏത് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്ന ജീൻ പോൾ സാർത്ര ഏത് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? എക്സ്റ്റൻഷ്യാലിസം. എക്സ്റ്റൻഷ്യാലിസവുമായി ബന്ധപ്പെട്ടതാണ് ജീൻ പോൾ സാർത്ര. നെക്സ്റ്റ്, സാൻജോ പാൻസ എന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? സാൻജോ പാൻസ എന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? ഏത് പുസ്തകത്തിലാണ്? ജോൺ കിക്സോട്ട്. ജോൺ കിക്സോട്ട് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് സാൻജോ പാൻസ എന്ന കഥാപാത്രം ഉള്ളത്. നെക്സ്റ്റ്, സാന്റിയാഗോ എന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലാണ്? സാന്റിയാഗോ എന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലാണ്? സാന്റിയാഗോ എന്ന് പറയുന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലെയാണ്? ദി ഓൾഡ് മാൻ ആൻഡ് സീ. അപ്പോൾ സാന്റിയാഗോ എന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലാണ്? ഏതാണ്? ദി ഓൾഡ് മാൻ ആൻഡ് സീ. ദി ഓൾഡ് മാൻ ആൻഡ് സീ ആണ് സാന്റിയാഗോ എന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലാണ്? ദ ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് സാന്റിയാഗോ എന്ന കഥാപാത്രം ഉള്ളത്. നെക്സ്റ്റ്, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാരാണ്? റിപ്പീറ്റഡ് ആണല്ലോ അല്ലേ. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാരാണ്? പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ആരാണ്? റേച്ചൽ കേഴ്സൺ. റേച്ചൽ കേഴ്സൺ ആണ് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാരാണ്? റേച്ചൽ കേഴ്സൺ. നെക്സ്റ്റ്, ഹിറ്റ്ലറുടെ ദ്രോഹങ്ങൾക്കിരയായ ഒരു ജൂത പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ പിന്നീട് ലോക പ്രശസ്തമായി. ഇവരുടെ പേരെന്താണ്? ഹിറ്റ്ലറുടെ ദ്രോഹങ്ങൾക്കിരയായ ഒരു ജൂത പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ പിന്നീട് ലോക പ്രശസ്തമായി. ഇവരുടെ പേരെന്താണ്? എന്താണ് പേര്? ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് എന്നാണ് കേട്ടോ. ഹിറ്റ്ലറുടെ ദ്രോഹങ്ങൾക്കിരയായ ഒരു ജൂത പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ പിന്നീട് ലോക പ്രശസ്തമായി. ഇവരുടെ പേരെന്താണ്? ആൻ ഫ്രാങ്ക് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ രചിച്ച നോവൽ ഏതാണ്? സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ രചിച്ച നോവൽ ഏതാണ്? ഏതാണ് നോവൽ? ഏതാണ്? ഫോർ ഹൂം ദ ബെൽ ടോൾ. ഫോർ ഹൂം ദ ബെൽ ടോൾ എന്നാണ് എന്ന് പറയുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേ രചിച്ച നോവൽ ഏതാണ്? ഫോർ ഹൂം ദ ബെൽ ടോൾ. നെക്സ്റ്റ്, മാൽഗുഡി എന്ന കൽപ്പനാ പ്രദേശം സൃഷ്ടിച്ച ഭാരതീയ എഴുത്തുകാരൻ ആരാണ്? മാൽഗുഡി എന്ന കൽപ്പനാ പ്രദേശം സൃഷ്ടിച്ച ഭാരതീയ എഴുത്തുകാരൻ ആരാണ്? ആരാണ്? RK നാരായൺ. RK നാരായൺ ആണ് മാൽഗുഡി എന്ന കൽപ്പനാ പ്രദേശം സൃഷ്ടിച്ച ഭാരതീയ എഴുത്തുകാരൻ ആരാണ്? RK നാരായൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലിന് പശ്ചാത്തലമായ വിപ്ലവം ഏതാണ്? എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലിന് പശ്ചാത്തലമായ വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് ആണ് കേട്ടോ. ഫ്രഞ്ച് ആണ്. എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലിന് പശ്ചാത്തലമായ വിപ്ലവം ഫ്രഞ്ച് ആണ്. നെക്സ്റ്റ്, നെപ്പോളിയൻ രചിച്ച വാർ ആൻഡ് പീസ് എന്ന പുസ്തകത്തിന് പശ്ചാത്തലമായത് എന്തായിരുന്നു? നെപ്പോളിയൻ ആണ് വാർ ആൻഡ് പീസ് രചിച്ചത്. ആ പുസ്തകത്തിന് പശ്ചാത്തലമായത് എന്താണ്? നെപ്പോളിയൻ്റെ റഷ്യൻ ആക്രമണമാണ്. നെപ്പോളിയൻ്റെ റഷ്യൻ ആക്രമണം. നെക്സ്റ്റ്,
ഗ്രീക്ക് ഇതിഹാസമായ ഇലിയഡിൽ ചിത്രീകരിച്ചിരിക്കുന്ന യുദ്ധം ഏതാണ്? ഗ്രീക്ക് ഇതിഹാസമായ ഇലിയഡിൽ ചിത്രീകരിച്ചിരിക്കുന്ന യുദ്ധം ഏതാണ് യുദ്ധം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ട്രോജൻ യുദ്ധം. ട്രോജൻ യുദ്ധമാണ് ഗ്രീക്ക് ഇതിഹാസമായ ഇലിയഡിൽ ചിത്രീകരിച്ചിരിക്കുന്ന യുദ്ധം ഏതാണ്? ട്രോജൻ യുദ്ധം. നെക്സ്റ്റ്, ഗള്ളിവേഴ്സ് ട്രാവൽ എന്ന ജോനാഥൻ സ്വിഫ്റ്റിന്റെ നോവലിൽ കുള്ളന്മാരുടെ ദേശമായി അവതരിപ്പിക്കുന്ന പ്രദേശത്തിന്റെ പേരെന്താണ്? ഗള്ളിവേഴ്സ് ട്രാവൽ എന്ന ജോനാഥൻ സ്വിഫ്റ്റിന്റെ നോവലിൽ കുള്ളന്മാരുടെ ദേശമായി അവതരിപ്പിക്കുന്ന പ്രദേശത്തിന്റെ പേര് എന്താണ് പ്രദേശത്തിന്റെ പേര് ഏതാണ്? ലില്ലിപുട്ട് എന്നാണ്. ലില്ലിപുട്ട്. നെക്സ്റ്റ്, ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ വിളക്കേന്തിയ വനിത എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ കവി ആരാണ്? അപ്പോൾ വിളക്കേന്തിയ വനിത എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേലിനെയാണ്. അന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ കവി ആരാണ്? H.W. ലോങ്ഫെല്ലോ. നെക്സ്റ്റ്, ഏത് പുസ്തകത്തിലെ ഒരു കഥാപാത്രമാണ് ഷേർഖാൻ? ഷേർഖാൻ എന്ന് പറയുന്നത് ഏത് പുസ്തകത്തിലെ കഥാപാത്രമാണ്? അറിയുന്നതായിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഏതാണ്? ജംഗിൾ ബുക്കിലെയാണല്ലേ? ജംഗിൾ ബുക്ക്. നെക്സ്റ്റ്, തൻ്റെ എഴുത്തിലൂടെ ഉട്ടോപ്യ എന്ന പേരിൽ ഒരു മാതൃകാ രാജ്യത്തെ ചിത്രീകരിച്ചു കാണിച്ച എഴുത്തുകാരൻ ആരാണ്? തൻ്റെ എഴുത്തിലൂടെ ഉട്ടോപ്യ എന്ന പേരിൽ ഒരു മാതൃകാ രാജ്യത്തെ ചിത്രീകരിച്ചു കാണിച്ച എഴുത്തുകാരൻ ആരാണ്? തോമസ് മൂർ. ഉട്ടോപ്യ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഉട്ടോപ്യ എന്ന പേരിൽ ഒരു മാതൃകാ രാജ്യത്തെ ചിത്രീകരിച്ചു കാണിച്ച എഴുത്തുകാരനാണ് തോമസ് മൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് നോവലിലാണ് ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്? ഏത് നോവലിലാണ് ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്? ഏത് നോവലിലാണ്? എ സ്റ്റഡി ഇൻ സ്കാർലെറ്റ്. നെക്സ്റ്റ്, വിസാർഡ് ഓഫ് ദ നോർത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? വിസാർഡ് ഓഫ് ദ നോർത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? വിസാർഡ് ഓഫ് ദി നോർത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? വാൾട്ടർ സ്കോട്ട്. വിസാർഡ് ഓഫ് ദി നോർത്ത് എന്നറിയപ്പെടുന്ന ആരെയാണ്? വാൾട്ടർ സ്കോട്ട്. നെക്സ്റ്റ്, ഷേക്സ്പിയർ സർവ്വസാധാരണയായി ഉപയോഗിച്ചിരുന്ന വാക്ക് ഏതാണ്? ഷേക്സ്പിയർ സർവ്വസാധാരണയായി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ദി എന്നാണ്. ഷേക്സ്പിയർ സർവ്വസാധാരണയായി ഉപയോഗിച്ചിരുന്ന വാക്ക് ഏതാണ്? ദി എന്നാണ്. നെക്സ്റ്റ്, മദർ ഇന്ത്യ എഴുതിയത് ആരാണ്? മദർ ഇന്ത്യ എഴുതിയത് ആരാണ്? കാതറിൻ മേയോ ആണ് മദർ ഇന്ത്യ എഴുതിയത്. ആരാണ്? കാതറിൻ മേയോ. നെക്സ്റ്റ്, താരാശങ്കർ ബാനർജിക്ക് ജ്ഞാനപീഠം അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? ഏതാണ്? ഗണദേവതയാണ് താരാശങ്കർ ബാനർജിക്ക് ജ്ഞാനപീഠം അവാർഡ് നേടിക്കൊടുത്തത്. നെക്സ്റ്റ്, ടെലിവിഷനിൽ വന്ന ആദ്യത്തെ പരസ്യം ഏതിനെ കുറിച്ചായിരുന്നു? വാച്ചിനെ കുറിച്ചായിരുന്നു. ടെലിവിഷനിൽ വന്ന ആദ്യത്തെ പരസ്യം ഏതിനെ കുറിച്ചായിരുന്നു? വാച്ചിനെ കുറിച്ചായിരുന്നു. നെക്സ്റ്റ്, ആൻ ഏരിയ ഓഫ് ഡാർക്ക്നെസ് രചിച്ചത് ആരാണ്? രചിച്ചത് ആരാണ്? V.S. നൈപ്പാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടനിൽ ആദ്യമായി ആസ്ഥാന കവി പട്ടത്തിന് അർഹയായ കവയിത്രി ആരാണ്? കവയിത്രി ആരാണ്? കരോൾ ആൻഡ് ഡഫി ആണ്. ബ്രിട്ടനിൽ ആദ്യമായിട്ട് ആസ്ഥാന കവി പട്ടത്തിന് അർഹയായ കവയിത്രിയാണ് കരോൾ ആൻഡ് ഡഫി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഏതിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത? എന്തിൻ്റെ ഭാഗമാണ്? മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവൻ മഷായി എന്ന കഥാപാത്രമുള്ളത് ഏതിലാണ്? എന്ന് പറയുന്ന കഥാപാത്രമുള്ളത് ഏതിലാണ്? ആരോഗ്യനികേതൻ. ജീവൻ മഷായി എന്ന കഥാപാത്രമുള്ളത് ഏതിലാണ്? ആരോഗ്യനികേതൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്തിര പാവേ എഴുതിയത് ആരാണ്? അഖിലൻ എന്നാണ്. ചിത്തിര പാവേ എഴുതിയത് ആരാണ്? അഖിലൻ.
നെക്സ്റ്റ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് ആരാണ്? വൈ.ബി. ഈഡ്സ് ആണ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് ആരാണ്? വൈ.ബി. ഈഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോബിൻസൺ ക്രൂസോ തൻ്റെ ഏകാന്ത ജീവിത സമയത്ത് കണ്ടുമുട്ടിയ കറുത്ത മനുഷ്യന് നൽകിയ പേരെന്താണ്? റോബിൻസൺ ക്രൂസോ തൻ്റെ ഏകാന്ത ജീവിത സമയത്ത് കണ്ടുമുട്ടിയ കറുത്ത മനുഷ്യന് നൽകിയ പേര് എന്താണ്? ഫ്രൈഡേ കേട്ടോ. ഫ്രൈഡേ എന്നാണ്. റോബിൻസൺ ക്രൂസോ തൻ്റെ ഏകാന്ത ജീവിത സമയത്ത് കണ്ടുമുട്ടിയ കറുത്ത മനുഷ്യന് നൽകിയ പേരെന്താണ്? ഫ്രൈഡേ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂർത്തി ദേവ് അവാർഡ് ലഭിച്ച ആദ്യ വനിത ഏതാണ്? ആർക്കാണ് മൂർത്തി ദേവി അവാർഡിൽ ആദ്യമായിട്ട് ലഭിച്ച വനിതയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? പ്രതിഭ റായിക്കാണ് മൂർത്തി ദേവി അവാർഡ് ലഭിച്ച ആദ്യ വനിത. ആരാണ്? പ്രതിഭ റായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 ഖണ്ഡങ്ങളുള്ള തമിഴ് ഇതിഹാസം ഏതാണ്? ഏതാണ് തമിഴ് ഇതിഹാസം? ചിലപ്പതികാരം. 3 ഖണ്ഡങ്ങളുള്ള തമിഴ് ഇതിഹാസമാണ് ചിലപ്പതികാരം. ചിലപ്പതികാരത്തിന് 3 ഖണ്ഡങ്ങളാണുള്ളത്. നെക്സ്റ്റ്, ദി നെയിം സേക്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ആരാണ്? മീര നായർ ആണ് സംവിധാനം ചെയ്തത് ദി നെയിം സേക്ക് എന്ന് പറയുന്ന സിനിമ. നെക്സ്റ്റ്, ഡിവൈൻ കോമഡി രചിച്ചത് ആരാണ്? ചോദിക്കാറുണ്ട് കേട്ടോ. ഡിവൈൻ കോമഡി രചിച്ചത് ആരാണ്? എ ഡാൻഡെ അല്ലേ? എ ഡാൻഡെയുടെയാണ് ഡിവൈൻ കോമഡി. ആരുടേതാണ്? എ ഡാൻഡെ. നെക്സ്റ്റ്, റീഡേഴ്സ് ഡൈജസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ദി ഇന്ത്യ ടുഡേ ഗ്രൂപ്പാണ് ഇപ്പോൾ റീഡേഴ്സ് ഡൈജസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. നെക്സ്റ്റ്, ഓസ്കാർ വിജയം നേടിയ സ്ലം ഡോഗ് മില്യണയർ എഴുതിയത് ആരാണ് എഴുതിയത്? സൈമൺ ബ്യൂഫെയാണ് ഓസ്കാർ വിജയം നേടിയ സ്ലം ഡോഗ് മില്യണയർ എഴുതിയത്. നെക്സ്റ്റ്, ആൽക്കമിസ്റ്റ് എന്ന നോവൽ രചിച്ചത് ആരാണ്? പൗലോ കൊയ്ലോയാണ് ആൽക്കമിസ്റ്റ് എന്ന നോവൽ രചിച്ചത് പൗലോ കൊയ്ലോ. നെക്സ്റ്റ്, മോഹൻലാൽ അഭിനയിച്ച സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനപ്പെടുത്തി ചിത്രീകരിച്ച സിനിമ ഏതാണ്? കാലാപാനിയാണ് മോഹൻലാൽ അഭിനയിച്ച സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനപ്പെടുത്തി ചിത്രീകരിച്ച സിനിമ ഏതാണ്? കാലാപാനി. നെക്സ്റ്റ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ് സമ്മാനിച്ച ആദ്യ ഭാരതീയൻ ആരാണ്? ഷാരൂഖ് ഖാൻ ആണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് സമ്മാനിച്ച ആദ്യ ഭാരതീയൻ. ഷാരൂഖ് ഖാൻ. നെക്സ്റ്റ്, മോബി ഡിക്ക് എന്ന നോവൽ ഏത് ജീവിയെ ആസ്പദമാക്കിയാണ് അമേരിക്കൻ എഴുത്തുകാരനായ ഹെർമൻ മെൽവില്ലെ രചിച്ചത്? അമേരിക്കൻ എഴുത്തുകാരനായ ഹെർമൻ മെൽവില്ലെ രചിച്ചത് ഏതിനടിസ്ഥാനമാക്കിയിട്ടാണ്? തിമിംഗലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് മോബി ഡിക്ക് എന്ന നോവൽ അമേരിക്കൻ എഴുത്തുകാരനായ ഹെർമൻ മെൽവില്ലെ രചിച്ചത് തിമിംഗലത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. നെക്സ്റ്റ്, ആരുടെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണ്? പണ്ഡിറ്റ് രവിശങ്കറിനെയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്ന് പറയുന്നത്. ആരുടെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ്? പണ്ഡിറ്റ് രവിശങ്കർ. നെക്സ്റ്റ്, ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം സൃഷ്ടിച്ച എഴുത്തുകാരൻ ആരാണ്? സർ ആർതർ കോനൻ ഡോയൽ ആണ് ഷെർലക് ഹോംസ് എന്ന് പറയുന്ന കഥാപാത്രം സൃഷ്ടിച്ചത്. സർ ആർതർ കോനൻ ഡോയൽ. നെക്സ്റ്റ്, ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ രചിച്ചത് ആരാണ്? അലക്സാണ്ടർ ഡ്യൂമസ് ആണ് ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ രചിച്ചത്. അലക്സാണ്ടർ ഡ്യൂമസ്. നെക്സ്റ്റ്, ഇൻ ദി ലൈൻ ഓഫ് ഫയർ എ മെമ്മോയർ എഴുതിയത് എഴുതിയത്? പർവേസ് മുഷറഫ് ആണ് ഇൻ ദി ലൈൻ ഓഫ് ഫയർ എ മെമ്മോയർ എഴുതിയതാരാണ്? പർവേസ് മുഷറഫ്. നെക്സ്റ്റ്,
ആരുടെ യഥാർത്ഥ നാമമാണ് അലക്സി മാക്സിമോവിച്ച് പെഷ്കോവ്? ആരുടെ യഥാർത്ഥ നാമമാണ് അലക്സി മാക്സിമോവിച്ച് പെഷ്കോവ്? പെഷ്കോവ് എന്ന് പറയുന്നത് ആരുടെ നാമമാണ്, യഥാർത്ഥ നാമമാണ് ആരുടേതാണ്? മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയുടേതാണ് അലക്സി മാക്സിമോവിച്ച് പെഷ്കോവ് എന്ന് പറയുന്ന നാമം. ആരുടേതാണ്? മാക്സിം ഗോർക്കി. നെക്സ്റ്റ്, ഡെക്കാമറോൺ എഴുതിയത് ആരാണ്? ഡെക്കാമറോൺ എഴുതിയത് ആരാണ്? സെർവാൻറ്റീസ്. സെർവാൻറ്റീസ് ആണ് ഡെക്കാമറോൺ എഴുതിയത്. ആരാണ്? സെർവാൻറ്റീസ്. നെക്സ്റ്റ്, മാർക്ക് ട്വെയിൻ്റെ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സായർ എന്ന നോവലിൽ പ്രധാന കഥാപാത്രമായ ടോം സായറുടെ അടുത്ത സുഹൃത്തിൻ്റെ പേരെന്താണ്? എന്താണ് ചോദിച്ചിരുന്നത്? മാർക്ക് ട്വെയിൻ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സായർ എന്ന നോവലിൽ പ്രധാന കഥാപാത്രമായ ടോം സായറുടെ അടുത്ത സുഹൃത്തിൻ്റെ പേര് എന്താണ്? ഹക്കിൾബറി ഫിൻ. ഹക്കിൾബറി ഫിൻ. നെക്സ്റ്റ്, ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം എഴുതാരാണ്? ഇംഗ്ലണ്ട്സ് ഡെറ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ്. നെക്സ്റ്റ്, ലേഡി ചാറ്റർലീസ് ലവർ എഴുതിയത് ആരാണ്? 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 D.H. ലോറൻസ്. D.H. ലോറൻസ് ആണ് ലേഡി ചാറ്റർലീസ് ലവർ എഴുതിയത്. നെക്സ്റ്റ്, ബ്രെയിൽ ലിപിയിൽ ഉപയോഗിക്കുന്ന കുത്തുകളുടെ എണ്ണം എത്രയാണ്? ബ്രെയിൽ ലിപിയിൽ ഉപയോഗിക്കുന്ന കുത്തുകളുടെ എണ്ണം എത്രയാണ്? 6 കുത്തുകൾ. നെക്സ്റ്റ്, രാജസ്ഥാനിലെ പുഷ്കർ മേള പ്രധാനമായും ഏതിൻ്റെ വ്യാപാരത്തിനാണ് പ്രശസ്തമായത്? രാജസ്ഥാനിലാണ് പുഷ്കർ മേള നടക്കുന്നത്. അത് ഏതിൻ്റെ വ്യാപാരത്തിനാണ് പ്രശസ്തമായത്? ഏതിനെയാണ്? ഒട്ടകത്തിൻ്റെ അല്ലേ? ഒട്ടകത്തിൻ്റെ. നെക്സ്റ്റ്, ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുസ്തകം എന്നല്ലേ? പുസ്തകം എന്ന അർത്ഥം വരുന്നതാണ് ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുസ്തകം എന്നാണ്. നെക്സ്റ്റ്, J.K. റൗളിംഗ് എഴുതിയ ഹാരി പോട്ടർ ശ്രേണിയിലെ 7ാമത്തെ രചനയുടെ പേരെന്താണ്? J.K. റൗളിംഗ് എഴുതിയ ഹാരി പോട്ടർ ശ്രേണിയിലെ 7ാമത്തെ രചനയുടെ പേര് എന്താണ്? 7ാമത്തെ രചനയുടെ പേരെന്താണ്? ഹാരി പോട്ടർ ആൻഡ് ഡെത്ത്ലി ഹാലോസ്. ഹാരി പോട്ടർ ആൻഡ് ഡെത്ത്ലി ഹാലോസ് എന്നാണ് J.K. റൗളിംഗ് എഴുതിയ ഹാരി പോട്ടർ ശ്രേണിയിലെ 7ാമത്തെ രചന. നെക്സ്റ്റ്, 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്. 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് ഏത് എഴുതിയത് ആരാണ്? ഗാന്ധിയുടെ 100 വർഷങ്ങൾ എഴുതിയത് ആരാണ്? 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എഴുതിയത് ആരാണ്? ഗബ്രിയേൽ മാർക്കസ്. ഗബ്രിയേൽ മാർക്കസ്. നെക്സ്റ്റ്, ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആരാണ്? ബാനു അത്തയ്യ. ബാനു അത്തയ്യ റിപ്പീറ്റഡ് ആണ്. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ബാനു അത്തയ്യ. നെക്സ്റ്റ്, ദ മാൻ ഹൂ ഡിവൈഡഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദ മാൻ ഹൂ ഡിവൈഡഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ് എഴുതിയത്? റഫീഖ് സക്കറിയ. റഫീഖ് സക്കറിയ ഇതാണ് ദ മാൻ ഹൂ ഡിവൈഡഡ് ഇന്ത്യ. ഇതാരാണ്? റഫീഖ് സക്കറിയ. നെക്സ്റ്റ്, ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആരാണ്? ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആരാണ്? ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആരാണ്? പിക്കാസോ. നെക്സ്റ്റ്, ദ ഇൻസൈഡർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദ ഇൻസൈഡർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? P.V. നരസിംഹറാവു. P.V. നരസിംഹറാവു എഴുതിയ പുസ്തകമാണ് ദ ഇൻസൈഡർ. നെക്സ്റ്റ്, പത്തേർ പാഞ്ചലി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? പത്തേർ പാഞ്ചലി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? പത്തേർ പാഞ്ചലി എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? സത്യജിത് റേ. നെക്സ്റ്റ്, കിഴക്കിൻ്റെ പുത്രി എന്ന ആത്മകഥ ആരുടേതാണ്? കിഴക്കിൻ്റെ പുത്രി എന്ന ആത്മകഥ ആരുടേതാണ്? ബേനസീർ ഭൂട്ടോ. ബേനസീർ ഭൂട്ടോയുടെ ആത്മകഥയാണ് കിഴക്കിൻ്റെ പുത്രി എന്ന് പറയുന്ന ആത്മകഥ. നെക്സ്റ്റ്, സ്വയംവരം സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? സ്വയംവരം സിനിമ സംവിധാനം ചെയ്തത് ആരാണ് സംവിധാനം ചെയ്തത്? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് സ്വയംവരം. നെക്സ്റ്റ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് ഫ്രെഡറിക് ആംഗൽസും. പിന്നെ ആരാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത്? ആരൊക്കെ കൂടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെ കൂടിയിട്ടാണ്? ഫ്രെഡറിക് ആംഗൽസും അതുപോലെ തന്നെ ആരാണ്? കാൾ മാർക്സും കൂടി എഴുതിയതാണ്. കാൾ മാർക്സും ഫ്രെഡറിക് ആംഗൽസും കൂടി എഴുതിയതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ചോദിക്കാറുണ്ടല്ലോ. റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയത് പ്ലാറ്റോയാണ്.
നെക്സ്റ്റ് വൈറ്റ് ടൈഗർ എഴുതിയത് ആരാണ്? വൈറ്റ് ടൈഗർ എഴുതിയത് ആരാണ്? വൈറ്റ് ടൈഗർ എഴുതിയത് ആരാണ്? വൈറ്റ് ടൈഗർ എഴുതിയത് ആരാണ്? അരവിന്ദ് അഡിഗ. അരവിന്ദ് അഡിഗ. നെക്സ്റ്റ് ലോങ് വാക്ക് ടു ഫ്രീഡം എഴുതിയത് ആരാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം എഴുതിയത് ആരാണ്? നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല ഇതാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. നെക്സ്റ്റ് ഗാന്ധിജിയുടെ സാമൂഹ്യ കാഴ്ചപ്പാടിനെ സ്വാധീനിച്ച പുസ്തകം ഏതാണ്? ഗാന്ധിജിയുടെ സാമൂഹ്യ കാഴ്ചപ്പാടിനെ സ്വാധീനിച്ച പുസ്തകം ഏതാണ്? ഏത് പുസ്തകമാണ് സ്വാധീനിച്ചത്? ഏത് പുസ്തകമാണ്? അൺടു ദി ലാസ്റ്റ്. നെക്സ്റ്റ് റോബോട്ട് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? റോബോട്ട് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് കാറൽ കപ്പേക്കാണ്. റോബോട്ട് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? കാറൽ കപ്പേക്ക്. നെക്സ്റ്റ് എഴുത്തുകാരിയായ തസ്ലീമ നസ്രിൻ്റെ തൊഴിൽ എന്താണ്? എഴുത്തുകാരിയായ തസ്ലീമ നസ്രിൻ്റെ തൊഴിൽ എന്താണ്? ഡോക്ടറാണ്. നെക്സ്റ്റ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥ എന്താണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥ എന്താണ്? ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥയാണ്. മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന പുസ്തകത്തിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് എഴുതിയത് ആരാണ്? കിരൺ ദേശായി ആണ്. നെക്സ്റ്റ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് എഴുതിയത്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും ചെയ്യാം കേട്ടോ.